കാളമ്പാടി ഉസ്താദ് പറഞ്ഞത് ഇതൊക്കെ നമുക്കറിയാം. അത് തന്നെ നമുക്കിപ്പോഴും പറയാനുള്ളത്. ഈ സമത്വയുടെ ഇപ്പം ഈ വിഷയമാണെങ്കിലും ശരി, വേറെ വിഷയങ്ങളാണെങ്കിലും ശരി, സമത്വ എന്താണോ പറയുന്നത് അതിൻ്റെ കൂടെ നിൽക്കുക. സമത്വം എടുക്കുന്ന തീരുമാനങ്ങൾ, ഒരു പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ നല്ലോണം ആലോചിച്ച് ചർച്ച ചെയ്യേണ്ട എത്രയോ ചർച്ച ചെയ്യും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, 2021 തുടങ്ങിയ ചർച്ചയാണല്ലോ വാപ്പി ഒപ്പിയ പെട്ടെന്നൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. സമത്വം നല്ലോണം ആലോചിച്ചേ എടുക്കുള്ളൂ. എടുത്ത തീരുമാനങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ അത് മാറ്റേണ്ടി വരികയില്ല. അപ്പം അങ്ങനത്തെ തീരുമാനമാണ് സമത്വം പ്രഖ്യാപിക്കുന്നത്. അതിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് ബാധ്യത. സമത്വക്ക് വല്ല പ്രശ്നങ്ങളും വിഷമങ്ങളും വരുമ്പോൾ ഒരു അഴകുഴമ്പം ഒരു നയമുണ്ടല്ലോ, ഞാനും അറിയില്ല ഞാനൊന്നും അറിയില്ല, നമ്മളെ പണിയേറ്റ് ഇങ്ങനെ നടക്കുക. അതേ അവസരം അതിന് പ്രശ്നമില്ലാത്ത അവസരത്തിലൊക്കെ ഒരു സജീവക്കാരൻ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതും നടക്കുക. അത് ശരിയല്ല. നമ്മളെ ആദർശം സമസ്തയാണ്. നമ്മുടെ ഈമാനാണത്, ഈമാൻ്റെ ഭാഗമാണത്. അതിൽ നമ്മൾ ഉറച്ചു നിൽക്കട്ടെ. ഉറച്ചു നിൽക്കുന്ന കാര്യങ്ങളിൽ ഉറക്കെ പറയാനുള്ള ശക്തിയും സഞ്ചേതവുമാണ് നമുക്കുണ്ടാകേണ്ടത്. അല്ലാതെ നമുക്ക് വിഷമം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറലല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. കാരണം നമ്മളതാണ് നമ്മുടെ മഹാന്മാരായ നേതാക്കളിൽ നിന്ന് പഠിച്ചിട്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് KT മാനൂസിലാർ, ഞാൻ അദ്ദേഹത്തിൻ്റെ ചെറിയൊരു എളിയ ശിക്ഷണ. KT മാനൂസിലാർ ഈ തബ്ലീഗ് ജമാഅത്ത് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉസ്താദായിരുന്നു ഞാൻ പറഞ്ഞ ഷെയ്ഖ് ഹസൻ മുസ്ലിയാർ. മാനൂസിലേക്ക് ഒരു അഖിലൻ്റെ മെമ്പർഷിപ്പ് കൊടുക്കുന്ന അദ്ദേഹത്തോട് കൂടുള്ള ആളുകളോട് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് പറഞ്ഞു. അങ്ങനെ ഉപ്പുള്ള ആൾ ഒരു മെമ്പർഷിപ്പ് എടുത്ത് മുറിച്ചാണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ എനിക്ക് കൊടുത്തു. KT ഉസ്താദിന് കൊടുത്തു. മഹാനവറുകൾ അത് വാങ്ങി, വേറൊന്നും പറഞ്ഞില്ല. പിന്നെ കുറച്ചാളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം രണ്ടാമത് അവർ തമ്മിൽ കണ്ടപ്പോൾ ഷെയ്ഖ് ഹസൻ മുസ്ലിയാർ ചോദിച്ചു, മാനൂലിയരെ ഞങ്ങൾ മെമ്പർഷിപ്പൊക്കെ എടുത്തു, നിങ്ങളതിൻ്റെ പ്രവർത്തിക്കാറില്ലല്ലോ എന്നാണ്. പ്രവർത്തിക്കാറില്ല, അതാണ് നമ്മൾ മാതൃക. ഉസ്താദിനെ വിഷമിപ്പിക്കും വേണ്ട, ആ കുറ്റക്കേട് വാങ്ങണ്ട, അത് വാങ്ങിച്ചു. പക്ഷേ മൂപ്പറതിന് പറഞ്ഞ മറുപടി എന്താണ്? ഉസ്താദിനോട് പറഞ്ഞ മറുപടി, ഞാൻ ഇതുവരെയും സമസ്ത എന്ന് പറഞ്ഞാലാണ് ഞാൻ ഇതുവരെയും പ്രവർത്തിച്ചത്. ഇനിയിപ്പം മുതൽക്ക് അഖില അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണം. ജനങ്ങളത് വിശ്വസിക്കില്ല. എന്നാൽ പിന്നെ എൻ്റെ മറ്റം പോലെ ചെയ്യാറ്. അതാണ് ആദർശത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത്. അതാണ് അവർക്ക് ഈ നൂര് ഷാ തരീക്കത്തിൻ്റെ ആ വിഷയത്തിൽ, അതുപോലെ തന്നെ വിഘടിതരുമായുള്ള വിഷയത്തിൽ മഹാനായ ശംസുല്ലമ, ബഹുമാനപ്പെട്ട നാട്ടി ഉസ്താദ്, ബഹുമാനപ്പെട്ട KT മാനൂസിലാർ, അവർ രാവും പകലും ഇല്ലാതെ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ സമത്തോടെ നിലനിന്നത്. ഇതിൻ്റെ ബാധ്യത നമുക്ക് തന്നെയുള്ളത്. ഓലിഞ്ഞു വന്നാണ്ട് ഇതൊന്നും ചെയ്യാണ്ടാവില്ല. അപ്പം നമ്മളുടെ കഴിവനുസരിച്ച് നമ്മളെല്ലാ ശക്തിയും സമത്വക്ക് നൽകുക. സമസ്ത നല്ല അവസരത്തിലൊപ്പുണ്ടാകുക. ബുദ്ധിമുട്ട് വരുമ്പോൾ മാറി നിൽക്കാനുള്ള സ്വഭാവം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്കത് ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പിക്കുന്നു. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട, ഞാനൊരു ബെയ്ത്ത് നോക്കുകയാണ്. നുഅ്മാൻ ബിൻ ബഷീർ അൻസാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചെറിയൊരു കുട്ടിയാണ്.